പണത്തിന്റെ വില കണ്ടുണ്ട് കാര്യത്തിനാണുള്ള മോശമായിരുന്നു. അപ്പാർട്ട്മെന്റ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര മോശമാണ്. ഒരു എക്സ്പെക്ടേഷൻ ഇല്ല സിനിമ കാണാൻ വന്നത്. എനിക്ക് ട്രെയിലർ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. കമലിന് ആക്ടിംഗ് സ്കോപ്പ് ഇല്ല ഈ സിനിമയിൽ. 28 ഇയേഴ്സ് കഴിഞ്ഞ പടം കുഴപ്പമില്ലായിരുന്നു. ഒരു ആവറേജ് പോയി താത്ത ചോദിച്ചു പണത്തിന്റെ വില കണ്ടുണ്ട് കാര്യത്തിനാണുള്ള കൊള്ളൂല. അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു കമലഹാസന്റെ? എന്ത് മണ്ണ് വെച്ച് നോക്കുമ്പോൾ ഇതിലൊന്നും ഒന്നുമില്ല. ആണോ? ഒന്നുമില്ല പടത്തില്, വെറും വേസ്റ്റ്. ഒന്നുമില്ല, മോശമായിരുന്നു. അപ്പാർട്ട്മെന്റ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര മോശമാണ്. ഭയങ്കര വർക്കൊക്കെ ഓക്കെയാണ്. കമലഹാസന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ അത് കുഴപ്പമില്ല. അഭിനയം പിന്നെ പറയണ്ടല്ലോ. കമലഹാസനെ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ വന്നത്. പക്ഷേ പടം പോരാ. പാർട്ട് 3 ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയില്ല. 10 വയസ്സൊക്കെ അല്ലേ പടം. ശങ്കറിൻ്റെ ഒരു വേസ്റ്റ് സിനിമയാണ്. അതെ വേസ്റ്റാണ്. കേസിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. കമലിന് ആക്ടിംഗ് സ്കോപ്പ് ഇല്ല ഈ സിനിമയിൽ. 28 ഇയേഴ്സ് കഴിഞ്ഞ് വരുന്നതുകൊണ്ട് തന്നെ ആ പ്ലോട്ട് വിട്ടിട്ട് ഇവർക്ക് ഈ കഥ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവിടെയാണ് സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ 3ക്കുള്ള ലീഡ് ഒരു സിനിമ കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ഓടുന്നുണ്ട്. അതിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ 3 ഒരു 2025 വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു നല്ല സിനിമ ആയിരിക്കുന്ന എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇന്ത്യൻ 1 ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ 1 നമുക്കൊരു പറയുകയാണെങ്കിൽ പലരും ജനിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ യൂട്യൂബ് എടുക്കുന്ന ആരായാലും ജനിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവേശം ഇപ്പം ഇല്ല. അതങ്ങനെയാണ് അങ്ങനെ വരുള്ളൂ. അതിനായിട്ടൊരു കമ്പാരിസണും ചെയ്യേണ്ട. 2022 ഇപ്പോൾ വന്നിട്ടുള്ളത് ഇരുന്ന് കാണാം, അത്രേ ഉള്ളൂ. ഇന്ത്യൻ 3ക്കുള്ള ലീഡ് നന്നായിട്ടുണ്ട്. അടിപൊളിയായിരിക്കും, എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. പടം കുഴപ്പമില്ലായിരുന്നു. ഒരു ആവറേജ് എന്നുള്ള ബേസിൽ ഈ ഒരു പാർട്ട് പോകുള്ളൂ. ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അത്യാവശ്യം എന്താണ് ട്രെയിലറിൽ കണ്ട കുറേ സംഭവങ്ങളുണ്ട്. ഈ താത്താടെ മർമ്മമൊക്കെ അത് ഓവറായിട്ടൊന്നും പടത്തിൽ വന്നിട്ടില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നി. പിന്നെ കുറേ അനാവശ്യമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ വന്നിട്ടുണ്ടോ. ഒരു ഫസ്റ്റ് ഹാഫ് വരുമ്പോൾ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഇമോഷണലി ചെറുതായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേർഡ് പാർട്ടിൻ്റെ കഥ കേട്ടിട്ടാണ് പുള്ളി സെക്കൻഡ് പാർട്ടി ചെയ്തതെന്നുള്ള കാര്യം. അപ്പം എനിക്ക് തോന്നുന്നു ഒരു മോട്ടിവേറ്റഡ് പാർട്ടായിരിക്കും ഇനി വരാൻ പോകുന്ന ഇന്ത്യൻ 3 എന്ന് പറയുന്നത്. ഒരു പാട്ടിന് വേണ്ടിയിട്ടായിരിക്കും ഒരു സെക്കൻഡ് പാർട്ട് ഇറങ്ങിയത്. അതൊരു പടത്തിൻ്റെ ഒരു ഇൻ്റർവൽ സീക്വൻസ് കൊണ്ട് നിർത്തുന്ന മാതിരിയാണ് പടത്തിൻ്റെ ഒരു എൻഡിങ് വരുന്നത്. ഒരു നെക്സ്റ്റ് പാർട്ടിന് വേണ്ടിയിട്ട് എന്തായാലും വെയിറ്റിംഗ് ആണ്. അത് ഒരു ഫ്ലാഷ് ബാക്ക് കഥ പറയുന്ന ആ ഒരു എന്താണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥ പറയുന്ന രീതിയിലായിരിക്കും വരുന്നത്. ഓവറോൾ ഒരു പടം എനിക്കൊരു ആവറേജ് ആയിട്ടൊരു ഫീൽ ചെയ്തിട്ടുണ്ട്. കമലഹാസൻ്റെ അഭിനയമൊക്കെ എങ്ങനെ ഉണ്ടാവും? പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളിക്ക് അധികം സീൻസ് ഇതിനകത്ത് അധികം വന്നിട്ടില്ല. ഒരു സെക്കൻഡ് ഹാഫിന് ശേഷമാണ് പുള്ളി ഓവറോൾ ഒരു പെർഫോമൻസ് എന്നുള്ള രീതിയിലല്ലേ പുള്ളിയുടെ സ്ക്രീനിൽ വരുന്നത്. ഒരു ക്ലൈമാക്സ് പാർട്ടിനോട് എടുക്കുമ്പോഴാണ് പുള്ളിയുടെ ഒരു മൊത്തത്തിലൊരു പ്രസൻസ് സ്ക്രീനിൽ വരുന്നത്. അതുവരെ സിദ്ധാർത്ഥിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിൽ സിദ്ധാർത്ഥിൻ്റെ ഒരു പെർഫോമൻസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പടം കുഴപ്പമില്ല. എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു.